ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെമ്മീൻ കൊണ്ടുള്ള ഒരു പിടിയുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ചെമ്മീനും ഉപയോഗിച്ചിട്ടുള്ളതാണിത്. ഇത് വറുത്തരച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തേങ്ങ പച്ച അരച്ചിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. വല്ലാണ്ട് ബ്രൗൺ കളറായി വരണ്ട കേട്ടോ. അപ്പം ഞാനതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് അടുത്തൊരു ചട്ടിയിൽ 1 കപ്പ് തേങ്ങ ഇട്ടിട്ടൊന്ന് വറുക്കുന്നുണ്ട് കേട്ടോ. അതും ചെറിയ തീയിൽ തന്നെ വെക്കുക. അപ്പോൾ രണ്ടും ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി ഒപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ വറുക്കുന്നതിലേക്ക് 3 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് വേപ്പില ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. വഴറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വറുത്തരച്ച കറി ഉണ്ടാക്കില്ല, അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ അവിടെ വെക്കുന്നുണ്ട്. ഇടയ്ക്ക് സവാള ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാളയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റാം. തേങ്ങ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളി വഴറ്റുന്നതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് പെപ്പർ പൗഡർ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ. ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റാം. അപ്പോൾ ഈ മസാലയുടെ ആ ഒരു റോസ് സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ. മസാല ഇടുമ്പോൾ എപ്പോഴും തീയൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മസാല കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ വഴറ്റി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചെമ്മീൻ 400 ഗ്രാം ചെമ്മീനാണ് കേട്ടോ. നമ്മൾ വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴും സാധനം കാണുമ്പോൾ കുറച്ച് എണ്ണം കുറവേ ഉള്ളൂ. ചെമ്മീന് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് പതുക്കെ വേവിച്ചെടുക്കാം. അത് വേവിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ തേങ്ങ എന്തായി നോക്കാം. അപ്പോൾ തേങ്ങയും ഒരുവിധം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് കളർ മാറിയതിന് ശേഷം, ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് തേങ്ങയും എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ചെമ്മീനും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ച ചെമ്മീൻ്റെ ഗ്രേവിയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറച്ച് ഗ്രേവി നല്ലോണം വേണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ആദ്യം വഴറ്റിയപ്പോൾ കുറച്ചിട്ടതാണ്, പിന്നെ ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പിടിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ, വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്ന അതേപോലെ തന്നെയാണ് ഇത് വാട്ടിയെടുക്കുന്നത്, പിടിക്കുള്ളതും. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂകിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന അതേപോലെ തന്നെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പൊടിയിട്ട് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് നന്നായി തിളച്ച് നിൽക്കുമ്പോൾ ഈ പൊടി ഇട്ടതിന് ശേഷം തീ നല്ലോണം കുറച്ച് വയ്ക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് അതിലിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വെക്കുക. 5 മിനിറ്റ് വെക്കേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതിയോ. വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അപ്പം ഞാൻ പൊടി വാട്ടിയെടുത്ത പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കൈയൊന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പൊടി കുറേശ്ശെ കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ചൂട് അത്ര ഫീൽ ചെയ്യില്ല. പതുക്കെ തണുത്ത വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഈ പൊടി പതുക്കെ ഒന്ന് കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ പതുക്കെ നമ്മളിതൊന്ന് കൈമുക്കി ഈ പൊടി ഉരുട്ടിയത് മറ്റുള്ള പൊടികളിലും റോളാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഏകദേശം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ചധികം വെള്ളം കയ്യിലൊന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് നന്നായി തന്നെ വെള്ളം ഇതിലൊഴിച്ച് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ പൊടി. എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇത് നന്നായി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുഴയ്ക്കാം. അത് വെള്ളം ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചെടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒന്ന് കടഞ്ഞിട്ട് എടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരുവിധം മാവും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് മൂടി വയ്ക്കാം. എന്താ വെച്ചാൽ നമ്മളിത് ചെറിയ ഇതുപോലെ പിടിയാക്കി എടുക്കുന്നതല്ലോ, അപ്പോൾ അത് ഹാർഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ മാവ് മാറ്റി വെക്കുന്നത്.
ഇതുപോലെ നമുക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് പതുക്കെ കയ്യിലിട്ട് ഉരുട്ടി നടുവൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചെറിയ പിടിയാക്കി തന്നെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ ചെമ്മീനായതുകൊണ്ട് കുറച്ച് വലിപ്പമുണ്ട് എൻ്റെ പിടിക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ച് ചെറിയ പിടിയാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം പിടിയും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു ഹാഫ് ആൻ അവർ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പിടി വെച്ച് ഒരു അരമണിക്കൂർ ഞാനിതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്, ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ചെറിയ ഉള്ളി മൂപ്പിച്ചത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടോ അതിങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി കുറച്ചും കൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉള്ളി ചേർക്കാം. എത്രയോ ചേർക്കുന്നത് അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ്റെ ഗ്രേവിയിലേക്ക് നമുക്ക് ഈ പിടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഗ്രേവി കുറച്ച് ലൂസാക്കി എടുക്കുക ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഈ പിടി മുഴുവനിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേവി വേണം, എന്നാലോ ഈ മാവിലേക്ക് കുറച്ച് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ കുറേശ്ശെ ഒന്ന് ഈ പിടിയിലേക്ക് പിടിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെമ്മീനൊക്കെ വെച്ചുണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇത് നമ്മളത് എടുത്തതിന് ശേഷം അവസാനം നമുക്കിതുപോലെ ഉള്ളി മൂപ്പിച്ചത് ഇതിലേക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ നെയിം എന്ന് പറയുന്നത് യമ്മി കിച്ചൺ എന്നായിരുന്നു കേട്ടോ. അത് ഞാൻ മാറ്റിയിട്ട് എൻ്റെ പാചകപ്പുര എന്നുള്ള നെയിമാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.